കാത്തിരുന്നവർ ആ പ്രത്യാശ സാക്ഷാത്കരിക്കാൻ കഴിയാതെ മരിച്ചപ്പോൾ അവരുടെ മരണത്തെ ചൊല്ലി ആശങ്കപ്പെട്ട സഭയോട് പൗലോസ് പറയുകയാണ്, മരണത്തെ ചൊല്ലിയൊന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ട. അവർ മരിച്ച് അവരുടെ ആത്മാവ് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവൻ അവനോടുകൂടെ വെളിപ്പെടും. സ്വന്തം ക്രൈസ്തവിക പ്രത്യാശയാണ്. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ പ്രത്യാശ. ആമേൻ. മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രത്യാശയല്ല നമ്മുടെ പ്രത്യാശ. മരണത്തിനപ്പുറത്തും ആമേൻ ഒരു ജീവിതമുണ്ട് എന്നുള്ള നമ്മുടെ പ്രത്യാശ. കുറച്ചുകൂടെ ആഴമായി പറഞ്ഞാൽ, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രൈസ്തവ പ്രത്യാശ. അതിനപ്പുറത്ത് ഒരു നിത്യതയെ കുറിച്ച് അകതാരിയിൽ കാഴ്ചപ്പാടുള്ളവരാണ് ദൈവമക്കൾ. സ്വന്തം അതുകൊണ്ട് നിഷ്കരണം ഭക്തന്മാരെ കൊന്നുകളഞ്ഞപ്പോൾ മരണത്തിന്റെ മുൻപിൽ പോലും നെഞ്ചിടറാതെ കാലിടറാതെ മരണത്തെ സധൈര്യം അവൻ നേരിട്ടതിന്റെ കാര്യം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഞങ്ങളുടെ ക്രൈസ്തവ ജീവിതം. മരണത്തിനപ്പുറത്ത് ഞങ്ങൾക്കൊരു നിത്യതയുണ്ട്. ആ ഉറപ്പത്രവയുടെ അകത്തുണ്ട്. ഇന്ന് രാത്രി സ്നേഹിത, ക്രൈസ്തവ പ്രത്യാശ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. മരണത്തിനപ്പുറത്തൊരു നിത്യതയുണ്ട്. ആ ഉറപ്പുള്ള ദൈവജനത്തിനായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ മരിച്ചാൽ അവന്റെ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത്? ഒന്ന് തൊട്ടുവിടാം. ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്ന പാതാള ലോകങ്ങളുണ്ട്. അതനം, വിതനം, സുതനം, നിസാദനം, ധനാതനം, മഹാതനം, പാതാളം. ഞാൻ അതിനെയൊക്കെ വിവരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ സമയം ഒത്തിരി വൈകിയത് കൊണ്ട് എല്ലാം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നിച്ചിരി ഗൗരവമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടിരിക്കണം. ഉറങ്ങിയിരുന്നാൽ എന്റെ പൊന്നച്ച ഒന്നും മനസ്സിലാകത്തില്ല. ആമേൻ. സ്വോത്രമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടിരുന്നാൽ വല്ലതുമൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് പ്രാർത്ഥനയുണ്ട്. ഈ രാത്രി ദൈവസന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും. അപ്പോൾ മനുഷ്യൻ മരിച്ചാൽ എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊരു കഥയായി ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കഥയിൽ ആളുകളുടെ പേരുകൾ പറയാറില്ല, സംഭവത്തിലാണ് പേരുകൾ പറയാറുള്ളത്. യേശു ക്രിസ്തു പറഞ്ഞ സംഭവം ഇങ്ങനെയാണ്. ഒരു ധനവാനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ പഠിപ്പിന്റെ വാതിൽക്കൽ ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇരിക്കുന്നു. ലാസർ ശരീരം മുഴുവനും വ്രണം ബാധിച്ച മനുഷ്യനാണ്.